ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഝാർഖണ്ഡിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. 1 കോടി കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ഉറപ്പാക്കുന്ന പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നടപ്പു സാമ്പത്തിക വർഷം മൂന്നാം പാദത്തിൽ 8.4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ 2 ഗഡുക്കൾ കൂടി കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് അനുവദിച്ചത് 2,736 കോടി രൂപ. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളം ഇന്ന് സർവീസസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1 കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിനായി 75,021 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ഓരോ വീടിനും 300 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി ലഭിക്കും. 1.25 ലക്ഷം കോടി രൂപയുടെ 3 അർദ്ധചാലക യൂണിറ്റുകൾക്ക് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഈ വർഷത്തെ ഖാരിഫ് സീസണിൽ ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾക്ക് സബ്സിഡി നൽകാനും കേന്ദ്രം തീരുമാനിച്ചു. മാർജാര വർഗ്ഗത്തിൽപ്പെട്ട വലിയ ജന്തുക്കളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ആസ്ഥാനമായി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ ഝാർഖണ്ഡിലെ ധൻബാദിലെ സിന്ദ്രിയിൽ എത്തുന്ന പ്രധാനമന്ത്രി വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. വിശദാംശങ്ങളിലേക്ക്. ഝാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിലെ ആരാംബാഗിൽ 7,200 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഒന്നിലധികം വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. നാളെ പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിലെത്തുന്ന പ്രധാനമന്ത്രി 15,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ശേഷം ബീഹാറിലെ ഔറംഗാബാദിൽ 21,400 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് ബെഗുസാരായി സന്ദർശിക്കുന്ന അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും രാജ്യത്തുടനീളം ഏകദേശം 1.48 ലക്ഷം കോടി രൂപയുടെ ഒന്നിലധികം എണ്ണ വാതക മേഖലയിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ 8.4% മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ വളർച്ച രാജ്യത്തിന്റെ കരുത്തും സാധ്യതയും വ്യക്തമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 140 കോടി ഇന്ത്യക്കാരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനും വികസിത ഭാരതം സൃഷ്ടിക്കാനും വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.3% സാമ്പത്തിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ 2 ഗഡുക്കൾ കൂടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവായി. 1.42 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. കേരളത്തിന് 2,736 കോടി രൂപ അനുവദിച്ചു. അർബൻ സഹകരണ ബാങ്കുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് NUCFDC കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സഹകാർ സേ സമൃദ്ധി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ നാഴികക്കല്ലാണ് സംഘടനയുടെ രൂപീകരണം. അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും സംരംഭം ലക്ഷ്യമിടുന്നു. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല യോഗം ഇന്ന് സമാപിക്കും. പ്രധാന വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തുന്നതിനും കൂടുതൽ സഹകരണ കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിനുമായി ഇന്നലെ സമാപിക്കാനിരുന്ന യോഗം ഇന്ന് വരെ നീട്ടുകയായിരുന്നു. ലോക വ്യാപാര സംഘടനയിൽ ചൈനയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ സുപ്രധാന നിർദ്ദേശം തടഞ്ഞ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. സമ്മേളനത്തിന്റെ 3ാം ദിവസം ചൈന നിർദ്ദേശിച്ച നിക്ഷേപ സൌകര്യ വികസന കരാറാണ് തടഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന മന്ത്രിതല സമ്മേളനത്തിന്റെ അന്തിമ ഫലരേഖയിൽ ഇത് ഉൾപ്പെടുത്താൻ സാധ്യതയില്ല.
രാജ്യത്തെ വികസിത സാമ്പത്തിക നേതൃശക്തിയാക്കി മാറ്റുന്നതിലേക്ക് നയിക്കുന്ന അമൃതകാലത്തിൽ എല്ലാ മേഖലയിലുമുള്ള വളർച്ച ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇതാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏഷ്യ എക്കണോമിക് ഡയലോഗ് 2024-നെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ സുരക്ഷിതവും ദൃഢവും പരസ്പര സഹകരണവുമുള്ള ഒരു ലോകത്തിനായി അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ജൈൻപൂരിൽ ധർമ്മപാതയുടെ തറക്കല്ലിടൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജൈൻപൂരിനെ അയോധ്യ, വാരാണസി, മിർസാപൂർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണ് ധർമ്മപാത. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2050 ലോക ജനസംഖ്യയുടെ 2/3 നഗരങ്ങളിലായിരിക്കും വസിക്കുകയെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി. സുസ്ഥിരതയും കാലാവസ്ഥാ പ്രതിരോധവും സംബന്ധിച്ച ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നഗരങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ മിറാൻഡ ഹൌസിൽ നഗര പഠനങ്ങൾക്കായുള്ള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രാജ്യത്തുടനീളം 34 റെസിഡൻഷ്യൽ ഹോസ്റ്റലുകൾ തുറക്കും. ഉദ്ഘാടനവും ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 100ഓളം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തതായാണ് സൂചന. സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ തൊഴിൽ മേഖലകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി തൊഴിലാളി പ്രതിനിധികളുമായി കൊല്ലത്ത് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 16 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിയതായും 8 പാർക്കുകൾ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങിയത്. ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത അഖിലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. ഇതോടെ 18 പ്രതികളിലെ 10 പേർ പോലീസ് പിടിയിലായി. ഇനി 8 പേരെയാണ് പിടികൂടാനുള്ളത്. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച 3 ബില്ലുകൾക്ക് അനുമതിയില്ല. 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയില്ലെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്ര സമാപിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും UDF ജയിക്കണമെന്നും അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രേവന്ത് റെഡ്ഡി കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളം ഇന്ന് സർവീസസിനെ നേരിടും. UPAയിലെ ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയത്തിൽ രാവിലെ 10-നാണ് മത്സരം. ഇരു ടീമുകളും ഇതിനോടകം ക്വാർട്ടറിൽ കടന്നിട്ടുണ്ട്. ഫെബ്രുവരി 17-ന് ആരംഭിച്ച ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിന് സമാപനം. ഇന്നലെ ഗുവാഹത്തിയിലെ സരുസജായ് സ്പോർട്സ് കോംപ്ലക്സിൽ അസം കായിക മന്ത്രി ശ്രീമതി നന്ദിത ഗോർലോസ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023-ലെ 4ാമത് ഖേലോ ഇന്ത്യ കിരീടം ചണ്ഡിഗഡ് സർവകലാശാല കരസ്ഥമാക്കി. ജർമ്മൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഝാർഖണ്ഡിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. 1 കോടി കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ഉറപ്പാക്കുന്ന പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നടപ്പു സാമ്പത്തിക വർഷം 3ാം പാദത്തിൽ 8.4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ.
സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ 2 ഗഡുക്കൾ കൂടി കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് അനുവദിച്ചത് 2736 കോടി രൂപ. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളം ഇന്ന് സർവീസസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.